ശ്രീലങ്ക ഇന്ത്യ ഒന്ന് പേടിപ്പിച്ചിട്ട് ശ്രീലങ്ക കീഴടങ്ങി. ഇന്ത്യയുടെ കയ്യിൽ 178 റൺസിന്റെ ലീഡുണ്ട്. നാളെ ഇന്ത്യക്ക് ഇവിടെ ബാറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ശ്രീലങ്കയെ നമ്മൾ വിചാരിച്ചു നമ്മൾ ഫോളോ ഓണിന് വേണ്ടി ഇടാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചു. ഫസ്റ്റ് സെഷനകത്ത് 90 റൺസിനകത്ത് 5 വിക്കറ്റ് എടുത്ത ഇന്ത്യയുടെ ബോർഡർമാരെ ആറാമത്തെ വിക്കറ്റിനകത്ത് ഡിക്വെല്ലയും ദിനുഷയും കൂടെ വന്ന് ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ഞാൻ നോക്കുവാണെങ്കിൽ ഒരു രീതിയിലും ആ ഡിഗ്വെല്ലയുടെയും ദിനുഷയുടെയും മേളിൽ നിന്ന് ക്രെഡിറ്റ് എടുത്തു മാറ്റാൻ ഞാൻ ഒരുക്കമല്ല. ഒരുപാട് മിസ്റ്റേക്ക് ഇന്ത്യ ആവർത്തിച്ച് അങ്ങോട്ട് വരാം, പക്ഷെ അവർ ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റ് ചെയ്തു. ഇന്ത്യയുടെ ബോർഡർമാർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. 90 റൺസിനകത്ത് 5 വിക്കറ്റ് എടുത്ത ബോർഡർമാർ മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ത്യയുടെ ബോർഡർമാർ ബോളിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെ അവർ കവർ ചെയ്തത് സ്വീപ്പ് ഷോട്ട് കളിച്ചു. ടെസ്റ്റ് ക്രിക്കറ്റിനകത്ത് എക്സ്പെഷ്യലി സ്പിന്നർമാർക്കെതിരെ സ്വീപ്പ് ഷോട്ടിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു. ഇന്ത്യയുടെ ക്യാപ്റ്റൻ നോക്കുകയാണെങ്കിൽ അറ്റാക്കിംഗ് ഫീൽഡ് ഇട്ടു, ബോർഡർമാരെ റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിച്ചു, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ എറിഞ്ഞ ബോളിനെ അവർ സ്വീപ്പ് ഷോട്ട് കളിച്ച് ഫൈൻ ലെഗിന്റെ മണ്ടേ കൂടെ ബൗണ്ടറി കണ്ടെത്തി. മിഡ് വിക്കറ്റിന്റെ മണ്ടേ കൂടെ അവർ ബൗണ്ടറി കണ്ടെത്തി. അവർ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു, സിംഗിളും ഡബിളും എടുത്ത് അവർ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇന്ത്യയുടെ സ്പിന്നർമാരെ അവർ ഡോമിനേറ്റ് ചെയ്തു. ഇന്ത്യയുടെ സ്പിന്നർമാരെ അവർ പ്രഷറിലോട്ട് കൊണ്ടുവന്നതായിട്ട് കണ്ടു. അതിനകത്ത് 2-3 റീസൺ ഉണ്ട്, അതിലോട്ട് വരാം. ഇവിടെ എടുത്തു പറയേണ്ടത് ഇവരുടെ രണ്ടുപേരും ബാറ്റിംഗ് ആണ്. ദിനുഷ എന്ന് പറയുന്ന അവരുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു സ്റ്റാറാണ്. മേ ബി ഫ്യൂച്ചറിൽ ഒരു ക്യാപ്റ്റൻ ആയിരിക്കാം. അവരുടെ എ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. സന്നാഹ മത്സരത്തിനകത്ത് പുള്ളി തന്നെയായിരുന്നു ക്യാപ്റ്റൻ. അതുപോലെ ഡിഗ്വെല്ല തിരിച്ചു വരുവാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് ടീമിലേക്ക് വരുവാണ്. എനിക്കൊന്ന് 2021 തോന്നുന്നു അവസാനമായിട്ട് ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിച്ചത്. സോ കംബാക്ക് ചെയ്യുവാണ്. അവിടെ വന്നിട്ട് ഇന്ത്യയുടെ ബോർഡർമാരെ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. നമുക്ക് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഇന്ത്യക്ക് പറ്റിയെന്ന് വെച്ചാൽ ബോൾ പഴകിയപ്പോഴത്തേന് നമ്മൾ റിവേഴ്സിങ്ങിന് വേണ്ടി ശ്രമിച്ചില്ല. ഇന്ത്യയുടെ പേസ് ബൗളർമാരെ അല്പം കൂടെ മുമ്പേ കൊണ്ടുവരേണ്ടതായിരുന്നു. അതായത് സെക്കൻഡ് സെഷനകത്ത് നമുക്ക് വിക്കറ്റ് എടുക്കാനേ കഴിഞ്ഞില്ല. കഴിഞ്ഞ് തിരിച്ചു വരുന്നു. കൃഷ്ണ ഇന്ത്യയുടെ ഒരു മാച്ച് വിന്നറോ അല്ലെങ്കിൽ ഒരു രക്ഷകനമായിട്ട് മാറി. നമ്മൾ ബുംറയൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കാറുണ്ട്, സിറാജിൽ നിന്ന് പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ കൃഷ്ണ അതുപോലത്തെ ഒരു സൂപ്പർ ഒരു ഡെലിവറി, ഫുൾ ലെങ്ത് ഡെലിവറിയിൽ ആ ബോളിനെ മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നു, ഒരു ബബിൾ സീം കൊണ്ടുവരുന്നു. ആ ഓൾഡ് ബോളിനകത്ത് മൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ട് ഡിഗ്വെല്ലെ തൂക്കി. ഡിഗ്വെല്ലയുടെ ആ ഒരു വിക്കറ്റ് അവിടെ പോയില്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് മേ ബി എന്തും സംഭവിച്ചേക്കായിരുന്നു. ഇപ്പം 178 റൺസിൻ്റെ ലീഡ്, ചിലപ്പം അത് 100 റൺസിന് താഴേക്ക് വന്നേക്കാമായിരുന്നു. അല്ലെങ്കിൽ ശ്രീലങ്ക മേ ബി അവിടെ ലീഡ് എടുത്തേക്കാമായിരുന്നു. എന്തും സംഭവിക്കാമായിരുന്നു. ഇവിടെ മാനവ് സുധാർ വന്നിട്ട് 4 വിക്കറ്റ് എടുത്തു, സിറാജ് വിക്കറ്റ് എടുത്തു, രവീന്ദ്ര ജഡേജ എടുത്തു, കുൽദീപ് എടുത്തു. പക്ഷെ ഞാനിവിടെ ഹൈലി റേറ്റ് ചെയ്യുന്നത് കൃഷ്ണയുടെ ആ ഒരു വിക്കറ്റ് വളരെ നിർണായകമായിരുന്നു. ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ അവിടെ കഴിഞ്ഞു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ടാക്ടിക്സും ആയിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ. കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 2ാമത്തെ ഓവറിലാണെന്ന് തോന്നുന്നു ഡിക്വെല്ലയുടെ അവിടെ വിക്കറ്റ് വന്നത് വളരെ ക്രൂഷ്യലായിട്ട് മാറി. ഇനി ഇന്ത്യയുടെ മുമ്പിലുള്ള ഒരു ചോദ്യം, ഇന്ത്യക്ക് ഈ ടെസ്റ്റ് ജയിക്കണമോ, ഈ ടെസ്റ്റ് ഡ്രോ ആക്കണോ? ഈ ടെസ്റ്റ് ഡ്രോ ആക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിൽ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തിട്ട് 462 റൺസ് എടുത്തിട്ട് 178 റൺസിന്റെ ലീഡ് എടുത്തിട്ട് ഈ മത്സരം ഇന്ത്യ ഡ്രോ ആക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പരാജയം എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. സോ ഇന്ത്യയുടെ മുമ്പിലുള്ള 2 വെല്ലുവിളി, ഒന്ന് ശ്രീലങ്കയാണ്, മറ്റൊരു വെല്ലുവിളി മഴയാണ്. ഇതുവരെ നോക്കുകയാണെങ്കിൽ 3 ദിവസമായിട്ട് 69 ഓവർ 2 ടീമിന് നഷ്ടപ്പെട്ടു. ഇന്നും 15 ഓവർ നഷ്ടപ്പെട്ടു. ഇനി ഇന്ത്യക്ക് എത്ര റൺസിൻ്റെ ടാർഗറ്റ് ശ്രീലങ്കയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും? 400 റൺസ് ഇന്ത്യ ഹാപ്പിയാണോ? 6 സെഷൻ ഇനി 2 ദിവസം ബാക്കിയുണ്ട്. 6 സെഷനകത്ത് 2 സെഷൻ ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ കഴിയുമോ? ഒരു 400 റൺസ്, അതായത് 178 റൺസ് ഉണ്ട്, ഒരു 200 റൺസോളം കണ്ടെത്തി, 2 സെഷനിലായിട്ട് കണ്ടെത്തി. ഒരു 400 420 മേലുള്ള സ്കോർ ഇന്ത്യൻ ടീം ഹാപ്പിയാണോ? നമുക്കത് വെച്ച് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പിച്ച് സ്പിന്നിനെ തുണയ്ക്കുന്ന ഒരു പിച്ചാണ്. 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം ഇവിടെ ബാറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഈസി ആയിട്ട് 400+ ഒരു ടാർഗറ്റ് ശ്രീലങ്കയ്ക്ക് കൊടുക്കാൻ കഴിയും. കാരണം 178 എന്ന് പറയുന്ന ഒരു നല്ല ഒരു ടാർഗറ്റ് ഇന്ത്യയുടെ കയ്യിലുണ്ട്. പക്ഷേ ഇവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ബാറ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. എനിക്ക് തോന്നുന്നു ഇന്ത്യ ബാറ്റ് ചെയ്യും. ആ ഒരു 400 റൺസ് എന്ന് പറഞ്ഞൊരു സ്കോർ ഇന്ത്യക്ക് വെച്ച് കൊടുക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ഉള്ളൊരു ചോദ്യം എന്ന് പറയുമ്പോൾ കുക്കുംബര ബോളാണ് ശ്രീലങ്കയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ സീരീസിനകത്ത് കണ്ടിട്ടുള്ളത്, അതുപോലെ തന്നെ ആസ്ട്രേലിയയും കുക്കുംബര ബോളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളത് പുതിയ ബോളിനെ പഴയ ബോളാക്കുക. പുജാര വന്ന് കൊട്ടി പുതിയ ബോളിനെ പഴയ ബോളാക്കുമായിരുന്നു. രാഹുൽ ദ്രാവിഡ് ആ പരിപാടി ചെയ്യുമായിരുന്നു. ആസ്ട്രേലിയ നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ജയിക്കണമെങ്കിൽ പുതിയ ബോളിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് എടുത്ത് കളയണം. അത് തന്നെയാണ്, അതേ സെയിം കണ്ടീഷനാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയുടെ ബോർഡർമാർ ആദ്യത്തെ ദിവസം ഡോമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ബോൾ പഴകിയതനുസരിച്ച് അവർക്ക് വിക്കറ്റ് കിട്ടിയില്ല. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ ഡോമിനേറ്റ് ചെയ്തു. പുതിയ ബോളിനകത്ത് ഇന്ത്യ വിക്കറ്റ് കൊണ്ട് കളഞ്ഞില്ല. കാരണം ഒരു 48 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ്, ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ഇന്ത്യക്ക് കിട്ടിയായിരുന്നു. അത് ഇന്ത്യക്ക് ഗുണം ചെയ്തു. പക്ഷേ ഇന്നത്തെ ടെസ്റ്റിലോട്ട് വരുവാണെങ്കിൽ 90 റൺസിനകത്ത് 5 വിക്കറ്റ് പോയി. 30 ഓവർ കഴിയുമ്പോഴത്തേന് ഈ ബോൾ, കുക്കുംബര ബോളിന് എഫക്റ്റ് ഇല്ലാതായി മാറുന്നു. വിക്കറ്റ് കിട്ടാതെ ഒരു സാഹചര്യം വരുന്നുണ്ട്. നമ്മൾ ശ്രീലങ്കയുടെ ബോർഡർമാർ ആദ്യത്തെ ദിവസം സ്ട്രഗിൾ ചെയ്യാനായിട്ട് കണ്ടു. പക്ഷേ സെക്കൻഡ് ഡേയിൽ
ന്യൂ ബോൾ എടുത്തപ്പോഴത്തേന് 178 റൺസാണെന്ന് തോന്നുന്നു. നമ്മൾ 7 വിക്കറ്റ് കൊണ്ട് കളഞ്ഞു. സോ ഇവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ന്യൂ ബോൾ പഴകുന്നതനുസരിച്ച് ബാറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ കയ്യിൽ 3 ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരുണ്ട്. ഇന്ത്യയുടെ കയ്യിൽ 3 ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരാണുള്ളത്. ഇന്ന് നമ്മൾ എവിടെയോ ഒരു ഓഫ് ബ്രേക്ക് ബോളറെ മിസ് ചെയ്യുന്നു. ഞാൻ സുന്ദറിനെ മിസ് ചെയ്തതേയില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അശ്വിനെക്കൊണ്ടുള്ളൊരു ബോളറെ ഞാൻ ഇന്ന് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോളർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോയി. ആ ഒരു പാർട്ണർഷിപ്പ് വന്നപ്പോഴത്തേക്ക് 2 ലെഫ്റ്റ് ഹാൻഡർമാരും കൂടെ ചേർന്ന് ബ്രില്യൻ്റായിട്ട് ബാറ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു. മാനസ് സുതാർ വന്നിട്ട് ബ്രില്യൻ്റായിട്ട് ബോൾ ചെയ്തു. പക്ഷേ ലെഫ്റ്റ് ഹാൻഡർമാർ വന്നപ്പോഴത്തേന് ആ ഒരു രീതിയിൽ എഫക്റ്റ് ആവുന്നതായിട്ട് കണ്ടില്ല. കുൽദീപ് യാദവ് പ്രതീക്ഷിച്ചൊത്ത ഒരു ബോളിംഗ് പെർഫോമൻസ് ഇന്ന് കാഴ്ചവെച്ചോ. ഒരു വിക്കറ്റ് കിട്ടി. അത് ഗില്ലിൻ്റെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്യാച്ചായിരുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ക്യാച്ച് ഗില്ല് പിടിച്ചു. ആ ഒരു ക്യാച്ച് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കുൽദീപ് യാദവ് വിക്കറ്റ് ഇല്ലാതെ പോയാനെ. കുൽദീപ് യാദവിന് 2 സൈഡിലോട്ടും ബോൾ മൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ബാക്കിയുള്ള 2 സ്പിന്നർമാർ ലെഫ്റ്റ് ഹാൻഡ് ഓർത്തഡോക്സ് സ്പിന്നർമാരാണ്. അവർ റൈറ്റ് ഹാൻഡർമാർക്കെതിരെയാണ് കൂടുതൽ എഫക്റ്റീവ്. സോ ഇന്ന് നമുക്ക് ഒരു ഓഫ് ബ്രേക്ക് ബോളറിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഇന്നിങ്സിലും ശ്രീലങ്ക സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേനും മേ ബി അത് എത്രമാത്രം എഫക്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്കത് പറയാൻ കഴിയത്തില്ല. 3 ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരുമായിട്ട് പോയത് നമ്മുടെ ഒരു ടാറ്റിക്സിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ്. നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുൽദീപ് യാദവ് വേണ്ട ഒരു പെർഫോമൻസ് ഫസ്റ്റ് ഇന്നിങ്സ് കാഴ്ചവെച്ചില്ല. ഹാഫ് ട്രാക്കറാണ് കൂടുതലായിട്ട് എറിയുന്നത്. ഷോർട്ട് പിച്ച് ബോൾ ഇട്ട് കൊടുക്കുമായിരുന്നു. ആ ഒരു പഴയ ഒരു കുൽദീപ് യാദവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. സെക്കൻഡ് ഇന്നിങ്സിനകത്ത് കുൽദീപ് യാദവ് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. അതായത് കുൽദീപ് യാദവിൻ്റെ ബോൾ 2 സൈഡിലോട്ടും മൂവ്മെൻറ്റ് കിട്ടും, ടേൺ ചെയ്യും. പക്ഷേ രവീന്ദ്ര ജഡേജയുടെയും മാനസ് സുതാറിൻ്റെ ബോൾ അങ്ങനെ ടേൺ ചെയ്യില്ല. എവേ ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡർ എറിഞ്ഞാലേ വിക്കറ്റ് കിട്ടത്തുള്ളൂ. അത് കുൽദീപ് യാദവിന് എറിയാൻ കഴിയത്തുള്ളൂ. അത് സെക്കൻഡ് ഇന്നിങ്സിൽ കുൽദീപ് യാദവ് എറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ 3 ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഇന്ത്യക്ക് ഗുണം ചെയ്തില്ല. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാച്ചസ് വിട്ട് കളയുന്നു. ഇന്ന് 2 ക്യാച്ചാണ് വിട്ട് കളഞ്ഞത്. ഡിഗ്വല്ലയെ 20 റൺസിനകത്ത് നമുക്ക് കിട്ടിയതാണ് കെ എൽ രാഹുലിന്. കെ എൽ രാഹുൽ ഇന്ന് 2 ക്യാച്ച് കൊണ്ട് കളഞ്ഞു. കെ എൽ രാഹുലിനെ സ്ലിപ്പിൽ നിന്ന് എടുത്ത് കളയുന്നതായിട്ട് നമ്മൾ കണ്ടു. ദേവദത്ത് പടിക്കലും ശുഭൻ ഗില്ലുമാണ് പിന്നെ സ്ലിപ്പിനകത്ത് വന്നത്. സോ കെ എൽ രാഹുൽ ഒരു കൺസേൺ ആണ്. നമ്മൾ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസിനകത്തും രാഹുൽ ഇതുപോലെ ക്യാച്ചസ് കളയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫീൽഡർമാർ ക്യാച്ചസ് കളയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് T20-യിലാണെങ്കിലും ODIക്കകത്താണെങ്കിലും ടെസ്റ്റിനകത്താണെങ്കിലും ഒരുപാട് നമ്മൾ SC ജയ്സ്വാളൊക്കെ ടെസ്റ്റിനകത്ത് ക്യാച്ചസ് കളയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറി. ടി ദിലീപാണ് പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഫീൽഡിംഗ് കോച്ച് നമ്മൾ എടുത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ക്യാച്ചസ് 2 ക്യാച്ച് നമ്മൾ കൊണ്ട് കളഞ്ഞു. അതിൽ ഏറ്റവും നിർണായകമായിട്ട് മാറിയത് ഡിക്വലയുടെ 20 റൺസിനകത്ത് നമ്മൾ വിട്ട് കളഞ്ഞ ക്യാച്ച്. സോ ശ്രീലങ്ക ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് സെക്കൻഡ് ഇന്നിങ്സിൽ ഇന്ത്യക്ക് ക്യാച്ചസ് എടുത്താലേ കഴിയത്തുള്ളൂ. അത് വളരെ നിർണായകമായിട്ട് മാറും. ക്യാച്ചസ് വിട്ട് കളഞ്ഞാൽ കളി കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റിവ്യൂ സിസ്റ്റം. ഇന്ത്യ റിവ്യൂ എടുക്കുന്നത് ഇന്നും 2 റിവ്യൂ ഇന്ത്യ കൊണ്ട് കളഞ്ഞു. ആവശ്യമില്ലാത്ത രീതിയിൽ ഇന്ത്യ റിവ്യൂ എടുക്കുന്നു. കെ എൽ രാഹുൽ നമുക്കറിയാം ഇന്ത്യയുടെ ODI ടീമിൽ കളിക്കുമ്പോഴത്തേന് രോഹിത് ശർമ്മയുടെ കീഴിൽ കറക്റ്റായിട്ട് പറയുമായിരുന്നു എടുക്കേണ്ട റിവ്യൂ ഏതാണ്, എടുക്കേണ്ടാത്ത റിവ്യൂ ഏതാണെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ടീമിൻ്റെ ഒരു സക്സസ് റേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ശുഭ്മൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ 41 റിവ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ 5 റിവ്യൂ മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. സോ ഇന്ന് നമ്മൾ ആവശ്യമില്ലാത്ത 2 റിവ്യൂ കൊണ്ട് കളഞ്ഞു. പല ക്ലോസ് കോൾ വന്നപ്പോഴത്തേനും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഡൗട്ട് ഒറ്റൊരു റിവ്യൂ ഉള്ളൂ, അതുകൊണ്ട് കളയണ്ടെന്ന് വെച്ചുകൊണ്ട് ഡൗട്ട് വരുന്നു. സോ റിവ്യൂ സിസ്റ്റം അല്പം കൂടെ ബെറ്ററായിട്ട് ഇന്ത്യ ഉപയോഗിക്കണം. ഇനിയല്ല ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരുടെ കയ്യിലാണ്, ബാക്കിയെല്ലാം ക്ലൈമറ്റിൻ്റെ കയ്യിലാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇന്ത്യക്ക് ഒരു 420 റൺസൊക്കെ എടുത്താൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2 സെഷൻ ഇന്ത്യ ബാറ്റ് ചെയ്തിട്ട് നാളെ ടീ കഴിഞ്ഞിട്ട് ശ്രീലങ്കയ്ക്ക് കൊടുക്കുക. ഒരു 4 സെഷനകത്ത് ഇന്ത്യക്ക് അവരെ പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മഴ പെയ്തില്ല എങ്കിൽ, കളി പകുതി വാഷ് ഔട്ടായി പോയില്ല എങ്കിൽ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് ജയിച്ച് കയറേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു.